എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ പുതിയ കോഴയെക്കുറിച്ച് ഒരു കാർട്ടൂൺ വരയ്ക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ KM മാണിയുടെ ബാർക്കോഴ വിവാദത്തിനെ പറ്റി ഇടതുമുന്നണി ആ സമയത്ത് ഇവിടെ എന്തെല്ലാം കോലാഹലമാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. നിയമസഭയിലെ വസ്തുവകകൾ മുഴുവനും തല്ലിപ്പൊളിച്ച് നാശമാക്കി നാനാവിധമാക്കി. പിന്നെ എന്തിൻ്റെ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറുകയായിരുന്നു. പക്ഷെ അദ്ദേഹം മേടിച്ചെന്ന് ഇവർ ആരോപിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് കോഴയാണ് ഇവർ വാങ്ങാനായിട്ട് ലക്ഷ്യമിട്ടത്. അത് ആ വാർത്ത ആയതുകൊണ്ടാണ് ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറിയത്. അതായത് മദ്യത്തിലൂടെ പൈസ ഉണ്ടാക്കാനായിട്ട് ഭാവിയിൽ അവരുടെ ഇലക്ഷന് വേണ്ടിയിട്ടും പാർട്ടി വളർത്താനോ ഒക്കെ ആയിട്ടുള്ള പൈസയാണ് ഈ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് കൈതോലപ്പായലൊക്കെ കോഴ പൊതിഞ്ഞുകൊണ്ട് പോണത്. ഇത് അതുപോലല്ല. അത് കൈതോലപ്പായൊന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ ബാങ്ക് വഴിയാണോ ഇനി മറ്റു വഴികൾ വഴിയാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ യൂണിയൻ നേതാവിന്റെ ശബ്ദം ലീക്കായതോടുകൂടിയാണ് ഇതിനകത്തുനിന്ന് ഇവർ പിന്മാറാൻ തീരുമാനിച്ചത്. ഇപ്പൊ പുണ്യാളന്മാര് വന്ന് കരയുകയാണ്. ഒരു ഉളുപ്പില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ലജ്ജ ഇവർക്ക് അടുത്തൂടെ പോയിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇവര് എന്തിനെയൊക്കെ നഖശികാന്തരം വിമർശിച്ചോ അതിനെയൊക്കെ ആശ്ലേഷിക്കുന്ന ഒരു പരിപാടികളാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. നമ്മൾ ഒരു ഭയങ്കര വീരവാദം പറഞ്ഞു പറഞ്ഞായിരുന്നു ADB വായ്പ, അത് കണക്ക് വിദേശ വായ്പ. ഇപ്പം ADB നിന്നും വിദേശത്തു നിന്നൊക്കെ വായ്പ കിട്ടാനായിട്ട് അവിടെ അട്ടിപ്പേറിട്ട് കിടക്കുകയാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ. അങ്ങനെ എന്ത് തൊടുന്നതൊക്കെ UDFനെ അവഹേളിച്ചിട്ട് അതേ പരിപാടികൾ തന്നെ പിന്തുടരുകയാണ് ഇവർ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ബാർക്കോഴ വിവാദം. ബാർക്കോഴ വിവാദത്തിൽ നിന്ന് ഇപ്പൊ തലയൂരാനായിട്ട് അന്വേഷണം പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുക, ആ അന്വേഷണം ഗവൺമെന്റ് പോലീസ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ പോലീസ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കാനും അന്വേഷിക്കാനും ഒക്കെ പറ്റുമല്ലോ. ഇത് ജനങ്ങളുടെ മുന്നിൽ ഒരു പുണ്യാളം ചമയാനായിട്ടുള്ള ഒരു വഴി എന്നുള്ളതിന് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകത്തേ ഉള്ളൂ. ഈ തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു അന്വേഷണം. അപ്പൊ ഈ ബാർക്കോഴ വിവാദം, മാണിയുടെ ബാർക്കോഴ വിവാദം വന്ന സമയത്ത് ഇവര് കത്തിക്കൽ കണ്ടുകൊണ്ട് നമ്മള് പത്രത്തിലൊക്കെ ഒരുപാട് അതിനെതിരെ ഇതൊരു തെളിവൊന്നും വന്നിട്ടില്ല. പത്രത്തിൽ വന്ന വാർത്തകളാണെന്ന് വെച്ചാൽ ഈ KM മാണിയുടെ ഒരു കാർട്ടൂൺ കളക്ഷൻ തന്നെ ഞാൻ ഇറക്കിയത് ഈ ബാർക്കോഴ വിവാദത്തിനെ പറ്റിയായിരുന്നു. സത്യത്തിൽ അത് KM മാണിയുടെ കളക്ഷൻ ഉള്ളതിനേക്കാൾ ഉപരി ഒരു ബാർക്കോഴയുടെ കളക്ഷനായിട്ട് വേണം നമ്മളതിനെ കാണാനായിട്ട്. ഇപ്പൊ അതിലും വലിയ ബാർക്കോഴയാണ് ഇപ്പൊ നടക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ബാർക്കോഴ വിവാദത്തിലേക്ക് ഈ മാണിയെ നമ്മുടെ LDF ഗവൺമെന്റ് തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കാർട്ടൂൺ ഇന്ന് വരയ്ക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതിലേക്ക് സ്വാഗതം. കാർട്ടൂണിന്റെ റഫ് എഴുതിയിട്ടിട്ടുണ്ട്. ഇതാണ് കാർട്ടൂണിന്റെ റഫ്. നമ്മുടെ മാണി സ്വർഗത്തിലിരുന്ന് അദ്ദേഹം മേടിച്ച് ചെറിയ തുകയുടെ ഒരു കോഴ ഉണ്ട്. ഇദ്ദേഹം തലച്ചമട ചുമന്നുകൊണ്ട് പോവുകയാണ്. ഇതാണ് ഞാൻ മാണിയെക്കുറിച്ച് ഇറക്കിയ ആ മാണിയുടെ കാർട്ടൂണിന്റെ കളക്ഷൻ ബുക്കാണിത്. നമുക്ക് ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഏത് ആരോപണം വന്നാലും അതിനെ നിഷ്പ്രഭമാക്കാനുള്ള ഈ തക്കിട അന്വേഷണങ്ങളും പിന്നെ ഈ ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂളുകളും ഒക്കെ സ്വന്തമായിട്ട്, ക്യാപ്സൂൾ ഫാക്ടറികളും ഒക്കെ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് യാതൊരു പഞ്ഞവുമില്ല. ഇവർ ആടിനെ പട്ടിയാക്കാനായിട്ട് ഭയങ്കര വിദഗ്ധന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ ഫാക്ടറികളും ഒക്കെ ഉഷാറായി കഴിഞ്ഞു. നിരവധി ക്യാപ്സൂളുകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഇത് കോഴ വാങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ തകൃതിയായിട്ട് നടന്നുവെന്നും ചെറിയ ഒരു മിസ്റ്റേക്കും ഉണ്ട്. അതായത് ചെറിയൊരു നോട്ടപ്പിശക് കൊണ്ട് അത് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാഗ്രതക്കുറവ് കാരണം അത് നടക്കാതെ പോയി. അതാണ് ഈ ശബ്ദ
സന്ദേശം ലീക്കായത് അതാണ്. അപ്പോൾ അത് അങ്ങനെ വന്നതുകൊണ്ടാണ് ഇത് വാങ്ങാതെ പോയത്. ഇനി വേറെ ഒരു രൂപത്തിൽ വാങ്ങുമോയെന്ന് നമുക്ക് അറിയത്തില്ല. ഇവരുടെ കയ്യിലെ തരികിട പരിപാടികൾ, ഈ പാർട്ടിയെ നിങ്ങൾക്കറിയില്ല എന്ന് നേരത്തെ തന്നെ ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടിയെ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാണെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊരു ചുക്കും അറിയത്തില്ല. വേറെ വഴി അവർ കണ്ടിട്ടുണ്ടാവും. അവർ വേണ്ടെന്നൊന്നും വയ്ക്കത്തില്ല. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ. ഇതാണ്.